ഈ ഒരു ഫിഗർ സെക്കൻഡ് പിക്ചർ സെയിം പേജ് നമ്പറിൽ ആ ഒരു സെക്കൻഡ് പിക്ചർ ഇതുപോലെയാണ് വരക്കാൻ പറഞ്ഞത്. നമുക്ക് റേഡിയസ് ഇതിൽ തന്നിട്ടില്ല. ഇതാണ് റേഡിയസ് വരിക അല്ലേ? പക്ഷെ റേഡിയസ് തന്നിട്ടില്ല. നമുക്കൊരു ടാൻജന്റിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ തന്നു. പിന്നെ റേഡിയസ് ടു ആ എക്സ്റ്റേണൽ പോയിന്റ്, ടാൻജന്റിന്റെ എക്സ്റ്റേണൽ പോയിന്റ് വരെ വരുന്ന ലെങ്ത് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കിവിടെ പിന്നെ അറിയാവുന്ന കാര്യം ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ വരക്കാൻ. സോ എങ്ങനെ വരക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ലൈൻ ഇതേപോലെ ചെരിഞ്ഞിട്ടൊരു ലൈന് നമ്മൾ വരക്കുക. ഓക്കെ, എത്രയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ അതൊരു വൃത്തിയായിട്ട് വരക്കാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. സോ ഇവിടെയാണ് വന്നത്. ആ 90 ഡിഗ്രി നമുക്ക് എത്രയേ വേണ്ടൂ? നമുക്ക് 2 സെന്റിമീറ്ററേ വേണ്ടൂ. ഇവിടെ 2 സെന്റിമീറ്റർ അല്ലേ ഉള്ളൂ. സോ 2 സെന്റിമീറ്റർ മതി. നമ്മളത് മെഷർ ചെയ്തിട്ട് തന്നെ വരക്കുക. നിങ്ങൾക്ക് ഇത് എന്നിട്ട് വരക്കണമെങ്കിൽ ഇങ്ങനെ വരാം, ഇത്ര വരെ ഉണ്ടാവും. പക്ഷെ നമുക്ക് 2 സെന്റിമീറ്റർ മാത്രമേ വേണ്ടൂ. സോ ഇതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, ഇനി ആ 2 സെന്റിമീറ്റർ ടു ഈ ഒരു ലൈനിലേക്ക് 4 സെന്റിമീറ്റർ ആണല്ലോ തന്നത്. അത് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്തിട്ട് 4 സെന്റിമീറ്റർ ഡ്രോ ചെയ്യാം. സോ ഇവിടെ വെച്ച് നമ്മൾ ഈ 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ വെച്ചിട്ട് ഈ ഒരു ലൈനിലേക്ക് 4 സെന്റിമീറ്റർ ആർക്ക് വരക്കാം. ഇനി ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ 4 സെന്റിമീറ്റർ നമുക്ക് കിട്ടി ഫിഗറിലുള്ള. പിന്നെ ഇവിടെ തന്നെ 2 സെന്റിമീറ്ററും നമ്മൾ ഡ്രോ ചെയ്തു. അപ്പോൾ നമ്മളുടെ റേഡിയസിന്റെ ലെങ്ത് ആണ് ഇത്. നമ്മൾ റേഡിയസിന്റെ ലെങ്ത് നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം. പക്ഷെ അവിടെ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതല്ലേ റേഡിയസിന്റെ ലെങ്ത് ഇതല്ലേ? നമുക്ക് റേഡിയസിന്റെ ലെങ്ത് കിട്ടി. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റിൽ, ഇതാണ് സെന്റർ പോയിന്റ് വരുന്നത്. സോ ഈ ഒരു പോയിന്റിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിൾ വരക്കാം. കണ്ടോ, ആ ഒരു പോയിന്റിൽ കറക്റ്റ് പോയത് കണ്ടോ? ഓക്കെ, ഇതാണ് സെക്കൻഡ് പിക്ചർ.